മലപ്പുറം മഞ്ചേരി നഗരസഭയിൽ കയ്യാങ്കളി. ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. 6 പ്രതിപക്ഷ കൗൺസിലർമാരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഒരു ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു. വിവരങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, ഇന്നാണ് മഞ്ചേരി നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്. രാവിലെ 11 മണിക്ക് ശേഷം ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക്കാർഡുകളുമായി പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തും വിധം മുദ്രാവാക്യ വിളികളുടെ ശബ്ദം ഉയർന്നതോടുകൂടി ഭരണപക്ഷ അംഗങ്ങൾ ഈ പ്രതിപക്ഷത്തിന് സമീപമെത്തുകയും പ്ലക്കാർഡുകളും ഒക്കെ തന്നെ നശിപ്പിക്കുകയും അവരെ കൈയേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF ആണ് മഞ്ചേരി നഗരസഭ ഭരിക്കുന്നത്. LDF അംഗങ്ങളായ പ്രതിപക്ഷ അംഗങ്ങളെയാണ് കയ്യേറ്റം ചെയ്യുകയും ഇവരുടെ പ്ലക്കാർഡുകളും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് മഞ്ചേരി പോലീസ് നഗരസഭ ഓഫീസിൽ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. അതിനിടെ 6 പ്രതിപക്ഷ അംഗങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ അറിയിക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ പ്രതിഷേധം ഇവിടെ നിന്നും അടങ്ങിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ സമാനമായ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവർ പറയുന്നത് മഞ്ചേരി നഗരസഭയിൽ അഴിമതി ഒപ്പം തന്നെ പക്ഷപാതിത്വവും ആരോപിച്ചാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.